ആയിരിക്കുന്നത് കൊണ്ടും ഇന്നത്തെ ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് വിജയൻ. ഹായ് ഹായ് വിജയ മാഷേ മാഷെ. ഹായ് ഹായ് മാഷേ. ഹായ് എവരിബഡി. പ്രിയമുള്ളവരെ, മിഡ് നൈറ്റ് സ്റ്റാറിൽ ഒരിക്കൽ കൂടി വരാൻ സാധിച്ചതിൽ നന്ദി പറഞ്ഞുകൊണ്ട്, കഴിഞ്ഞ 2 ആഴ്ച ഞാൻ നല്ല തിരക്കിലായിരുന്നു. ഞാനൊരു ട്രെയിനറാണ്, ടീച്ചർ ട്രെയിനറാണ്. അപ്പോൾ ഈ അവധിക്കാലത്ത് ടീച്ചേഴ്സിന് ട്രെയിനിങ് ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലാണ്. കഴിഞ്ഞ ആഴ്ച കുറ്റിപ്പുറത്തായിരുന്നു, അതിന് മുമ്പത്തെ ആഴ്ച കാസർഗോഡായിരുന്നു. അപ്പോൾ എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ മീറ്റിങ്ങിൽ കയറാൻ കഴിയാഞ്ഞത്. ഏതായാലും ഇന്ന് കയറാൻ കഴിഞ്ഞു, സന്തോഷമുണ്ട്. നമ്മുടെ സുബോധ ജീവിത പുസ്തക വിശകലനമാണല്ലോ നടത്തിക്കൊണ്ടിരുന്നത്. അത് ഏറെക്കുറെ തീരാനായി. ഇന്നത്തോടു കൂടി അത് ഈ വിശകലനം അത് അവസാനിക്കും. പക്ഷേ സുബോധ ജീവിതം അവസാനിക്കുന്നില്ല. സുബോധ ജീവിതം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള വിവരം നമ്മൾ തന്നെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഒരു വിഷയമാണ് ഇന്നുള്ളത്. അതുപോലെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകൾ പോയിട്ട് അവിടെ നമുക്കറിയാം, എൻ്റെ ആമുഖത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവെച്ചുകൊണ്ട് തങ്ങളുടെ പൊതുപ്രശ്നമായ മദ്യപാനാസക്തി എന്ന രോഗത്തിന് പരിഹാരം കാണാൻ കഴിയുകയും അപ്രകാരം മറ്റുള്ളവരെ മദ്യപാനാസക്തിയിൽ നിന്ന് മോചിതരാകാൻ സഹായിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടായ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം ആരംഭിക്കുന്നത്. അപ്പൊ ഈ അനുഭവവും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവെക്കുന്നതിൻ്റെ ഒരു രീതി എന്തായിരിക്കണം, രീതിശാസ്ത്രം, അതിനെക്കുറിച്ച് ഈ തലമുറ കൈമാറി വന്ന് ഇങ്ങനെ കേട്ട് 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 വന്ന് ഈ അനുഭവം പറയുന്ന കാര്യത്തിൽ പല സ്ഥലങ്ങളിൽ ചെന്നാൽ മനസ്സിലാവുന്നത്, ഈ ഇത് ചില അനുഭവങ്ങളൊക്കെ കേട്ടാൽ പിന്നെയും കുടിക്കാൻ പോകാൻ തോന്നും. അത്തരമുള്ള രസകരമായ കുടിയനുഭവങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ചില ഷെയറിങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അവർക്ക് അറിയില്ല, അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അനുഭവം പങ്കുവെച്ചോളാനാണ് പറഞ്ഞത്. അനുഭവം പങ്കുവയ്ക്കുക. എന്തനുഭവം? ആകെയുള്ള അനുഭവം കുടിച്ചിട്ടുള്ള അനുഭവം. അപ്പൊ അതാണ് പങ്കുവയ്ക്കുന്നത്. അപ്പൊ എന്താണ് പങ്കുവയ്ക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ഉണ്ടാവും. ഏതായാലും ഞങ്ങളിൽ 100 കണക്കിന് സുപദവിധ പുസ്തകം പേജ് 85-ലാണ്. ഞങ്ങൾ 100 കണക്കിന് വ്യക്തികൾക്ക് ഈ കൂട്ടായ്മയിൽ വരുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ഒരു മങ്ങിയ അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പറ്റി സത്യത്തെക്കാൾ കൂടുതൽ തെറ്റായ വിവരങ്ങളാണ് പ്രചരിക്കുന്നത് എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് എന്ന് നേരിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കേട്ടറിഞ്ഞിട്ടുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. ഞങ്ങൾക്കും അവ ധാരാളം ഉണ്ടായിരുന്നു. കുറിച്ച് ഇപ്പോഴും പൊതുവായ പുറമേയുള്ള ഒരു ധാരണ, അവിടെ ഒന്നും പോകേണ്ട കാര്യമില്ല, അവിടെ പോയി ഇങ്ങനെ കുറെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കൂടി നിൽക്കുക എന്ന്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും കൂടി മീറ്റിങ്ങിൽ വരലുണ്ടായിരുന്നു, ഫിസിക്കൽ മീറ്റിങ്ങിൽ. അങ്ങനെ അതിൽ ഭർത്താവ് വരുമെന്ന് പറഞ്ഞിട്ട് ഭാര്യ എത്തി. ഭാര്യ ഭർത്താവിനെ കാത്തു നിൽക്കുന്നു, ഭർത്താവ് വന്നില്ല. അത് കഴിഞ്ഞ് അവർ ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ ചെയ്തു, ഭർത്താവ് വരുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആരോ പറഞ്ഞത്രേ, അതിനൊന്നും പോകേണ്ട കാര്യമില്ല, അവിടെ പോയിട്ട് ഇങ്ങനെ കുറെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കാര്യം? അയാൾ, ഈ പറയുന്ന ആള് കുടി നിർത്തിയതാണ്. ഞാൻ കണ്ടില്ലേ കുടി നിർത്തിയത്, ഇത് വെറുതെ മെനക്കെട്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്നും പറഞ്ഞിട്ട് അയാൾ വന്നിട്ടില്ല. അപ്പൊ അവരെന്നെ വിളിച്ചു പറഞ്ഞു, എന്തെങ്കിലും ചെയ്യണം മാഷേ എന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാം അതിപ്പോ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. അപ്പൊ ഇതാണ് ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെ കുറെ സംഗതികളുണ്ട്. അതിലൊന്നും പോവേണ്ട കാര്യമില്ല. ഇത് മിക്കവാറും കുടിക്കുന്ന ആൾക്കാർക്ക് പോലും ഇതേ ചിന്ത ഉണ്ടാവാറുണ്ട്, അതിലൊന്നും പോയിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പൊ ഈ കുടി നിർത്തുക എന്ന ഒരു ലക്ഷ്യത്തിനാണ് പോകുന്നത് എന്നാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും വിശ്വസിക്കുന്നത്. കുടിയിൽ നിന്ന് മാറിക്കാൻ, കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ ഇപ്പോൾ അവിടെ പോകേണ്ട കാര്യമുണ്ടോ? എന്താ നോക്കൂ, നമ്മളെ ഏക്കാരെല്ലാം തന്നെ അപാരമായ ഇച്ഛാശക്തി ഉള്ളവരാണ് എന്നാണ് പറയുന്നത്. പറ്റി സാമാന്യം വ്യക്തമായ ചിത്രം ലഭിക്കുന്നതിനോടൊപ്പം
ഇച്ഛാശക്തിയെ നന്നായി ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഇതിൻ്റെ അകത്തുണ്ട്. ഏയ്ക്കകത്ത് ഇച്ഛാശക്തി എന്താണെന്ന് പറയുന്നുണ്ട്. മദ്യാസക്ത രോഗികൾക്ക് അസാമാന്യമായ ഇച്ഛാശക്തി ഉണ്ടെന്ന് തീർച്ചയായും നമ്മൾക്കെല്ലാം അറിയാം. അപാരമായ ഇച്ഛാശക്തിന്റെ ആൾക്കാരാണ് അത്രേ നമ്മള്. അതിന് കാരണം കാണപ്പെടുന്ന എല്ലാ വിലക്കുകളെയും ധിക്കരിച്ച് ഇല്ലാത്ത സംഗതിയെ ആഹ്, ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് നമ്മൾ മദ്യം സംഘടിപ്പിച്ചിരുന്നത്. മദ്യത്തിനുള്ള വിലക്കുകളൊന്നും ബാധകമല്ല. മദ്യം സംഘടിപ്പിക്കണമെന്ന് തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കിയിരിക്കാനുള്ള ഇച്ഛാശക്തി നമുക്കുണ്ട്. അതുപോലെ തന്നെ തുരുമ്പെടുത്ത ഇരുമ്പ് പോലെയുള്ള ആമാശയവും നിർത്താതെ കൂട്ടിയിടിക്കുന്ന പല്ലുകളും വൈദ്യുതി പാഞ്ഞുകൊണ്ടിരിക്കുന്ന രോമകൂപങ്ങളും സൃഷ്ടിക്കുന്ന ആ ചുഴലിയിൽ നിന്ന് പ്രഭാതങ്ങളിൽ നമ്മൾ തല ഉയർത്തി ഉണരുന്നത് മദ്യപരല്ലാത്തവർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഇച്ഛാശക്തിയുടെ ഫലമാണെന്ന്. എത്ര ഡൗണായി കിടന്നാലും ഒരു പെഗ് മുന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാനുള്ള ഇച്ഛാശക്തി മദ്യപന്മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തമാശ രൂപത്തിൽ പറയുന്നു. അത്തരം പ്രഭാതങ്ങളിൽ ഉണർന്നു കഴിഞ്ഞാൽ ആ ദിവസം മുഴുവനും കഴിച്ചു കൂട്ടുക എന്നത് ഒരു പ്രശ്നമില്ലാതെ ആ ഒരു ദിവസം മുഴുവൻ കഴിച്ചു കൂട്ടുക എന്നുള്ളത് അപാരമായ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അതെ, തീർച്ചയായും യഥാർത്ഥ കുടിയന്മാർക്ക് യഥാർത്ഥ ഇച്ഛാശക്തിയുണ്ട്. ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനം നടപ്പിലാക്കാനുള്ള ഒരു കഴിവ് ആണ് യഥാർത്ഥത്തിൽ ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ. അത് എന്ത് വില കൊടുത്തും അത് നടപ്പിലാക്കിയിരിക്കും. ഈ നമ്മളുടെ ഈ കഴിവിനെ, ആ ഇച്ഛാശക്തിയെ നമ്മളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിപ്പിക്കുന്ന വിദ്യയാണ് എയിലൂടെ പറയുന്നത്. ആ ഒരു കഴിവിനെ എടുത്ത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ആ ചിലപ്പോൾ അല്പം മുഷിപ്പൻ പണിയാണെങ്കിൽ പോലും സൗഖ്യത്തിലേക്ക് നയിക്കുന്ന ആശയങ്ങൾ ആഴത്തിൽ അന്വേഷിക്കാൻ അത് ഞങ്ങളെ സഹായിച്ചു. ശരിക്കും ഈ ഇപ്പൊ എയിൽ വന്ന് കുറച്ചു കാലമായ ശേഷം ഈ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ തന്നെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അത് മോശപ്പെട്ട ജീവിതം നയിക്കാൻ ഞാൻ എന്നെ തന്നെ ബലി കൊടുക്കുന്ന ഒരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ജീവിതം ആ അത് എനിക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിട്ട് ജീവിച്ചാൽ സന്തോഷത്തോടെ ജീവിക്കാമെന്നിരിക്കെ എനിക്കും ഗുണമില്ല മറ്റുള്ളവർക്കും ഗുണമില്ലാത്ത രീതിയിലേക്ക് മാറിപ്പോവാൻ എന്താണ് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി ഒരു തിരിച്ചുവരവ് നടത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് ഒരു വലിയ ഒരു കെണി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കെണിയിൽ പെട്ടുപോയ അവസ്ഥയിലാണ് ഒരു മദ്യാസക്തനുള്ളത്. ശരിക്കും എനിക്ക് ഏറ്റവും ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ള നല്ലൊരു സെന്റൻസ് എന്ന് പറഞ്ഞത് ഇതാണ്: ഒരിക്കൽ മാത്രമേ ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുകയുള്ളൂ. ഞാൻ കടന്നു വന്ന വഴിയിലൂടെ ഇതുവരെ ആരും കടന്നു പോയിട്ടില്ല. ഞാനിനി മുന്നോട്ട് പോകാൻ പോകുന്ന വഴിയിലൂടെ ഇതുവരെ ആരും കടന്നു പോയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് ജനിച്ച് ഒറ്റയ്ക്ക് ജീവിച്ച് ഒറ്റയ്ക്ക് മരിച്ചു പോകുന്ന ഒരു ആളാണ്. ഒരിക്കൽ മാത്രമേ എനിക്ക് ഈ ഭൂലോകം കാണാനുള്ള ഭാഗ്യമുള്ളൂ. അതും വളരെ കുറഞ്ഞ ദിവസമാണ് എനിക്ക് കാണാനുള്ള ഭാഗ്യമുള്ളൂ. ഒരു 36,500 ദിവസം, അതായത് 100 കൊല്ലം. 36,500 ദിവസം മാത്രം ഈ ഭൂമുഖത്ത് വന്ന് ഉണർന്നിരുന്ന് ഈ ലോകം കാണാനുള്ള ഭാഗ്യമുള്ളത് ഇത്ര കുറഞ്ഞ ദിവസമാണ്. അതില് ഒരു പകുതിയോളം ദിവസങ്ങൾ കടന്നുപോയി. പകുതിയല്ല, അതിൽ കൂടുതൽ കടന്നുപോയി. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ഈ ഭൂമിയിൽ ഈ ചുറ്റുപാട് കാണാനുള്ള ഭാഗ്യമുള്ളൂ. കുറേയും കൂടെ കഴിഞ്ഞാൽ വീടിൻ്റെ അകത്ത് ആയിപ്പോവും. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്
ആയിപ്പോ അത് ശരിക്കും പറഞ്ഞാൽ ഇനി മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞ ദിവസം ഒരു 10,000-5000 ദിവസം, 5000 ദിവസം, എന്നാൽ ചിലര് 20 കൊല്ലം, ഒരു 7000 ദിവസം എന്ന് പറഞ്ഞാൽ 20 കൊല്ലം 7000 ദിവസമാണ്. അപ്പോ അതൊരു വളരെ കുറഞ്ഞ ദിവസം, കുറഞ്ഞ സമയം മാത്രം ഈ ഭൂമിയിലെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് ജീവിക്കാനുള്ള ഭാഗ്യമുണ്ട്. അത് എല്ലാം തുറന്നു വെച്ച്, നമ്മുടെ അവയവങ്ങൾ മുഴുവൻ തുറന്നു വെച്ച് ഇതെല്ലാം കാണാനുള്ള അവസരം നമുക്കുണ്ട്. ഈ സമയത്ത് ഈ കാഴ്ചകളെല്ലാം വേണ്ടാന്ന് വെച്ച് ഈ മദ്യവും കുടിച്ച് ഒരിടത്ത് ചുരുണ്ടുകൂടി ഇരിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തൊരു എന്താ നിർഭാഗ്യകരമായ ഒരവസ്ഥയാണ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ ലോകത്തിന്റെ ഒരു മൂല മാത്രം, വളരെ ചെറിയ ഒരു മൂല മാത്രം കണ്ട് ഏഹ്, ജീവിക്കുന്ന എനിക്ക് ഇനിയുള്ള കാലം ഈ ലോകത്ത് എന്തെല്ലാം അത്ഭുതങ്ങളുണ്ട്, ഇതൊക്കെ കാണാനും പലതും കാണാനും ആസ്വദിക്കാനും സന്തോഷിക്കാനും ജീവിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം വളരെ കുറഞ്ഞ ദിവസമേ ഉള്ളൂ. ആ ദിവസങ്ങള് ഒഴിവാക്കിക്കൊണ്ട് മദ്യപിച്ച് ഒരു മൂലയ്ക്ക് കിടക്കാനുള്ള വിധിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയാ വൃത്തികേടാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇച്ഛാശക്തി, അപാരമായ ഇച്ഛാശക്തി ഉപയോഗിച്ച് എന്താണ് ചെയ്യുന്നത്? കണ്ണും കാതും എല്ലാം അടച്ച് എവിടെയെങ്കിലും മൂലയ്ക്ക് മദ്യപിച്ചിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ മദ്യപാനമൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഈ ലോകത്തെ എന്നാലാവുന്നത് വിധം ആസ്വദിക്കുക. ഇപ്പൊ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ശരിക്കും ഞാൻ വിചാരിക്കുന്നത് കുറച്ചും കൂടിയൊക്കെ നന്നായി ജീവിക്കാമായിരുന്നു എന്നാണ്. ഓരോ ദിവസങ്ങളും എടുത്തു നോക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ജീവിക്കാമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് ഉപദ്രവമാവാതെ ജീവിക്കാനും കൂടി എനിക്ക് ബാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചപ്പോൾ എൻ്റെ കൂടെയുള്ള, എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരുപാട് പേർക്ക് വല്ലാത്ത തീരാത്ത ദുഃഖം നൽകിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം കടന്നുപോയത്. അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ആ സംഭവിച്ച ഡാമേജുകളൊന്നും പൂർണ്ണമായിട്ടൊന്നും പരിഹരിച്ചിട്ടില്ല. അപ്പോഴാണ് ആലോചിക്കുന്നത് കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് ജീവിക്കാമായിരുന്നു എന്ന്. അങ്ങനെ ജീവിക്കാൻ ഉള്ള എന്നാൽ ആ സമയത്ത് അങ്ങനെ ജീവിക്കുന്നതിന് പകരം മദ്യപിച്ച് ജീവിക്കാനുള്ള വല്ലാത്ത ഒരു ഇച്ഛാശക്തിയോടുകൂടി ജീവിച്ചു പോയി എന്നുള്ളത്. അപ്പൊ ഇനി അതേ ഇച്ഛാശക്തി ഉപയോഗിച്ച് ഈ ആരോഗ്യപൂർണമായ ഒരു അടയാളപ്പെടുത്തുന്ന, ശരിക്കും ജീവിതത്തിന്റെ ആഹ്, എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതുവരെ ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. പക്ഷെ ഏറ്റവും ചുരുങ്ങിയ ഒരു ഉത്തരം ഇതാണ്: ആർക്കും എന്നെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവാതിരിക്കുക, കഴിയുന്നത്ര ആൾക്കാരെ സ്നേഹത്തോടു കൂടി ഇടപെടുക, അതേപോലെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ വിട്ടുപോയാലും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് മാറിപ്പോയാലും ആ സ്ഥലത്തുള്ള ആൾക്കാരുടെ മനസ്സിൽ നമ്മൾ ജീവിച്ചിരിക്കുക. അതും നല്ല ഓർമ്മയോടുകൂടി ജീവിച്ചിരിക്കാൻ കഴിയുമ്പോഴാണ് നമ്മളുടെ ജീവിതം സാർത്ഥകമാകുന്നത്. ആരെങ്കിലുമൊക്കെ ആം, ആം, പിന്നീട് ഓർക്കുമ്പോൾ, നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ നല്ല ഓർമ്മകളോടുകൂടി ആയിരിക്കണം. അതിനുവേണ്ടി ആൽക്കഹോളിക്സ് അനോണിമസ് മുന്നോട്ട് വെക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല അംഗങ്ങൾ. അതുകൊണ്ട് സൗഖ്യത്തിലേക്ക് നയിക്കുന്ന ഈ ആശയങ്ങൾ, അങ്ങനെയാണ് നമ്മൾ ഈ സൗഖ്യത്തിലേക്ക് എങ്ങനെ കുറെ കൂടി നന്നായി ജീവിക്കാം. നന്നായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയല്ല, എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടിയല്ല, എല്ലാവർക്കും വേണ്ടി. എനിക്ക് വേണ്ടി മാത്രമല്ല, അറ്റ്ലീസ്റ്റ് എനിക്ക് വേണ്ടി എങ്കിലും നന്നായി ജീവിക്കുക. സ്വാർത്ഥതയല്ല, മറിച്ച് ആഹ്, എന്താ പറയാ, ഞാൻ മെച്ചപ്പെട്ടാൽ മാത്രമേ എൻ്റെ കൂടെയുള്ളവർ എന്നെ നോക്കുന്ന രീതിക്ക് മാറ്റം വരുള്ളൂ.
മറ്റ് എല്ലാവരും എന്നെ വളരെ മോശപ്പെട്ട രീതിയിലാണ് എൻ്റെ നേരേക്ക് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരികയും ചെയ്യും. യഥാർത്ഥത്തിൽ അവരൊക്കെ ദേഷ്യം പിടിക്കുമ്പോഴും അവരൊക്കെ നമ്മളോട് ചൂടാകുമ്പോഴും ഒക്കെ അവരല്ല ആയിരുന്നു ഉത്തരവാദി, ഞാനാണ് ഉത്തരവാദി എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? അവർക്കൊക്കെ നന്നായി പെരുമാറിക്കൂടെ, എന്നാ ഞാൻ കുടിക്കൂലായിരുന്നു എന്ന് വിചാരിച്ച ആൾക്കാര് ഈ കുടിയൊക്കെ നിർത്തി വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അവരൊക്കെ അങ്ങനെ ആവാനുള്ള കാരണം ഞാനായിരുന്നു എന്നുള്ളത്. അതായത് ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മളിൽ ഒരു വലിയ ഒരു മാറ്റമാണ് ഉണ്ടാക്കി തന്നത്. അംഗങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്യുന്ന ഇനിയിപ്പോ അങ്ങനെയുള്ള നമ്മൾ മീറ്റിങ്ങിൽ പോവുകയാണ്. ഇപ്പൊ മീറ്റിങ്ങിൽ ചെന്നിട്ട് എന്താ നടക്കണമെന്ന് നോക്കാം. അംഗങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്യുന്നതിൽ തൽപരരല്ല എന്ന് ഓർത്തിരിക്കുന്നത് സഹായകരമാകും. അവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല. ഒരുപക്ഷെ ആ, നിങ്ങൾ പറയുന്നത് മുഴുവൻ കേൾക്കുന്നതായി പോയി പോലും നിങ്ങൾക്ക് തോന്നിക്കൊള്ളണമെന്നില്ല. കൂടുതൽ സമയവും ഞങ്ങൾ ഞങ്ങളുടെ രോഗാവസ്ഥയുടെ നിറം പിടിപ്പിക്കാത്ത വാസ്തവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിരത്തിക്കൊണ്ടേയിരിക്കും. ഞങ്ങളും സൗഖ്യം തേടുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെയധികമായി ഞങ്ങളുടെ പ്രയോജനത്തിനും കൂടിയാണ്. അപ്പൊ മീറ്റിംഗിൽ ഷെയറിങ് നടത്തുന്നത് ആർക്കു വേണ്ടിയാണെന്നുള്ള, ശരിക്കും എനിക്ക് വേണ്ടിയാണ്. എനിക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഞാൻ എന്ത് ഷെയർ ചെയ്യണം? ഞാൻ കുടിച്ച കാലത്തെക്കുറിച്ച് ഷെയർ ചെയ്യണോ, അതോ ഈ കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ എന്നെ സഹായിച്ച ഘടകങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യണോ, കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ ഞാൻ എന്താ പറയാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രീതികളെക്കുറിച്ച് ഷെയർ ചെയ്യണോ, മദ്യാസക്ത രോഗിയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യണോ? ഏതാണ് ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു നല്ല ധാരണ വേണം. അതല്ലാതെ ഒരു 10, 20, 25 വർഷക്കാലം വളരെ തീവ്രമായി മോശപ്പെട്ട രീതിയിൽ കുടിച്ച് നടന്ന ഞാൻ ആ കുടിച്ച ആ ആ കഥകൾ രസകരമായി അവതരിപ്പിക്കലാണോ ഷെയറിങ്? തീർച്ചയായിട്ടും അതല്ല. അതല്ല ഷെയർ ചെയ്യേണ്ടത്. ഷെയർ ചെയ്യേണ്ടത് തിരിച്ചറിവുകളാണ്. ഓരോ കുടിയിൽ നിന്നും ഞാൻ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ എന്താണ്? ആദ്യമായി തിരിച്ചറിയേണ്ടത്, ഞാനൊരു മദ്യാസക്ത രോഗിയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പല കുടിയിൽ നിന്നുമാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അങ്ങനെ ആ തിരിച്ചറിയപ്പെട്ട മദ്യാസക്ത രോഗിയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ എൻ്റെ കുടിയുടെ ഏതൊരു ഘട്ടത്തിലാണെന്നുള്ളത് ഷെയർ ചെയ്യാം. പിന്നെ ഷെയർ ചെയ്യേണ്ടത് ഞാൻ എങ്ങനെ റിക്കവർ ആയിട്ടുണ്ട്, ഞാൻ എങ്ങനെ എന്താ പറയാ സുഖം പ്രാപിക്കാൻ വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നിക്കുകൾ. ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ പരീക്ഷിച്ചു നോക്കുന്നുണ്ട്. ഞാൻ അത് പരീക്ഷിച്ചതിൽ ചിലപ്പോൾ വിജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പരീക്ഷിച്ച് വിജയിച്ചതും പരീക്ഷിച്ച് പരാജയപ്പെട്ടതും ഷെയർ ചെയ്യുമ്പോൾ പരാജയപ്പെട്ടതിന്റെ സ്ഥാനത്ത് പുതിയത് പരീക്ഷിക്കാനുള്ള ഒരു ഉത്തേജനം അവിടെ എവിടെ നിന്നെങ്കിലും കിട്ടും. എന്തൊക്കെയാണ് പരീക്ഷിക്കേണ്ടതെന്നാണ്. മാറ്റേണ്ടത് അവനവനെയാണ്. അവനവനെ മാറ്റേണ്ടതിൽ ഞാൻ എന്താണ് മാറ്റേണ്ടത്? എൻ്റെ സ്വഭാവം, എൻ്റെ പെരുമാറ്റം. സ്വഭാവം, അതിന് തൊട്ടു മുമ്പുള്ള എൻ്റെ പെരുമാറ്റം, അതിനും തൊട്ടു മുമ്പുള്ള എൻ്റെ ചിന്തകൾ. ചിന്തയാണ് പെരുമാറ്റത്തിലേക്ക് വരുന്നത്. പെരുമാറ്റം സ്ഥിരമായി പെരുമാറിയിട്ടാണ് സ്വഭാവത്തിലേക്ക് വരുന്നത്. അപ്പോൾ മാറ്റേണ്ടത് ടോട്ടലി സ്വഭാവമാണ്. അതിനു മുമ്പ് പെരുമാറ്റം മാറണം, എൻ്റെ ചിന്തയിൽ മാറണം. അപ്പൊ ഞാൻ ഏത് ചിന്തയാണ് മാറ്റേണ്ടത് എന്ന് ഞാൻ തിരിച്ചറിയണം. അങ്ങനെ ഞാൻ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ മീറ്റിങ്ങിൽ ഷെയർ ചെയ്യും. എൻ്റെ തിരിച്ചറിവുകൾ, എൻ്റെ മാനസികമായ മാറ്റമാണ്. ഇതിൻ്റെ അകത്ത് ആദ്യം പറയുന്നുണ്ട്, ഒരു മദ്യാസക്തൻ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അയാളുടെ മാനസികമായ മാറ്റം സംഭവിച്ചാൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ എന്ന്. ഈ കുടി എന്ന് പറയുന്നത് ഒരു ശാരീരികമായ അലർജി രോഗമാണ് എന്ന് പറയുന്ന പോലെ തന്നെ ഇതൊരു മാനസികമായ രോഗവുമാണ്. മനസ്സ് എന്ന് പറയുന്നത് ചിന്തയുടെ ഭാഗമാണ്. അപ്പൊ ചിന്താ കുഴപ്പമുണ്ടാക്കുന്ന വസ്തുവാണ് മദ്യം. ചിന്തയെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാധനമാണ്. നമ്മൾ ശരിയായ ചിന്തയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന സംഗതിയാണ് മദ്യം. അപ്പൊ അതുകൊണ്ട് ഈ മദ്യം മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ചിന്ത അതിനനുകൂലമായിട്ടായിരിക്കും. അപ്പൊ മദ്യം മാറ്റിവെച്ച് കഴിയുമ്പോൾ
ഈ ഉണ്ടാവുന്ന മദ്യത്തിനോടുള്ള ആസക്തിയുള്ള ചിന്തയും മദ്യപിക്കാതിരിക്കാനുള്ള ചിന്തയുണ്ട്. അപ്പോൾ ഈ ആസക്തിയുള്ള ചിന്ത വരുന്ന സമയത്ത് മദ്യപിക്കാതിരിക്കാനുള്ള ഏത് ചിന്തയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് എന്ന് പങ്കുവെക്കാം. അങ്ങനെ പങ്കുവെച്ചാൽ അത് നമുക്ക് ബലപ്പെടുത്താൻ കഴിയും. ഒരു ചിന്തയെ അത് നമ്മൾ നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ പോലും അത് ആ ചിന്ത ഒരു ഭാവനയിൽ വരുന്നതാണ്. അങ്ങനെ ചെയ്താൽ ശരിയാവുന്നുണ്ട്. അത് നമ്മൾ പങ്കുവെച്ചാൽ അത് നമുക്ക് നാളെ പ്രാവർത്തികമാക്കാൻ കഴിയും. അങ്ങനെ പങ്കുവെക്കുന്ന കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് ഒരു ഇൻപുട്ട് ആവും. അവർക്കും തോന്നും അങ്ങനെ ചെയ്താലോ എന്ന്. അപ്പൊ ഈ മാറ്റങ്ങൾ, മാനസികമായ മാറ്റങ്ങൾക്ക് ഉള്ള ഓരോ സ്റ്റെപ്പാണ് ഷെയർ ചെയ്യേണ്ടത്. ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് മാനസിക മാറ്റം. ഏറ്റവും പ്രയാസമുള്ള, കാരണം ഈ മനസ്സ് എന്ന് പറയുന്ന സാധനം വർഷങ്ങൾ കൊണ്ട് ഡെവലപ്പായി വന്നിട്ടുള്ള ഒരു സാധനം. അത് കുടിയുടെ കാലം വന്നപ്പോൾ ആ കുടിയോട് അനുകൂലമായ നിലപാടുകൾ കൊണ്ട് നിറച്ച ഒരു മനസ്സാണ്. ആ മനസ്സ് അങ്ങനെ നിൽക്കുകയും കുടി നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ ഇറിറ്റേഷൻ ആയിരിക്കും. ഒരു ഭയങ്കരമായ ഇറിറ്റേഷൻ ആയിരിക്കും. ആ സമയത്ത് കുടിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ്. അതിന് ബലം പിടിച്ച് കടിച്ചു പിടിച്ച് കഷ്ടപ്പെട്ടാണ് കുടി നിർത്തിയതെന്നാണ് അങ്ങനെയുള്ള ആൾക്കാർ പറയാ. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഈ അതിന്റെ കാരണം ഈ കുടിക്കണം എന്നുള്ള ഒരു ചിന്ത രൂപപ്പെടുകയും കുടിക്കാൻ പറ്റില്ല എന്ന ഒരു തോന്നലോട് കുടിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഭയങ്കര കഷ്ടപ്പെട്ട് നിർത്തുന്നത്. എന്നാൽ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവേണ്ടത് കഷ്ടപ്പെട്ടിട്ടല്ല കുടിയിൽ നിന്ന് മാറി നിൽക്കേണ്ടത്, ഇഷ്ടപ്പെട്ടിട്ട് മാറി നിൽക്കണം. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടം ആ കുടിക്കുന്ന സമയത്ത്, കുടിക്കുന്ന ആൾക്കാരുള്ള സ്ഥലത്ത് കുടിക്കാതിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അപ്പൊ കുടിക്കാതിരിക്കുന്നതിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അല്ലാണ്ട് കഷ്ടപ്പെട്ടല്ല കുടിക്കാതിരിക്കേണ്ടത്. ഈ എയിൽ വരുന്നതിന് മുമ്പ് ഞാൻ നിർത്തിയ ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ എല്ലാം കഷ്ടപ്പെട്ടിട്ടാ. ഒന്നുകിൽ അവിടെ നിന്ന് കടിച്ചു പിടിച്ചിട്ട് അവിടെ നിന്ന് മെല്ലെ പോരും, അതല്ലെങ്കിൽ എന്താ പറയാ, ഭയങ്കര ഒരു എന്തോ ഒരു നഷ്ടബോധത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. പക്ഷെ അപ്പുറത്ത് വേറെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കുടിക്കുകയും ചെയ്യും. ആ ഒരു കഷ്ടപ്പാട് ഒഴിവാക്കിയിട്ട് ഇഷ്ടത്തോടു കൂടി കുടിയിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ വരേണ്ടത് മാനസിക മാറ്റമാണ്. കുടിക്കാ ഒരു മദ്യാസക്ത രോഗിയാണ് എന്നുള്ളൊരു ചിന്തയോടൊപ്പം ആ എനിക്കത് കുടിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയോടൊപ്പം തന്നെ ഇപ്പോൾ ആ ഒരു അവസ്ഥയായിട്ട് പോലും ഞാൻ കുടിക്കാതെ ജീവിതം ആസ്വദിക്കാനുള്ള തന്ത്രങ്ങൾ പരിശീലിച്ചവനാണ് എന്നുള്ള ആത്മവിശ്വാസം. എനിക്കറിയാം എങ്ങനെ കുടിക്കാതെ ഇരിക്കാം എന്നുള്ളത് എനിക്കറിയാമെന്ന് പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക. എന്നിട്ട് ഈ മദ്യാസക്തരായിട്ടുള്ള ആൾക്കാരെ കുടിക്കുന്നത് നമ്മൾ ചുറ്റുവട്ടത്ത് കാണുമ്പോൾ അവരെ ഒന്ന് സഹായിക്കണം എന്നുള്ളൊരു തോന്നലും കൂടി ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം സാർത്ഥകമായിട്ട് വരും. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെയധികമായി ഞങ്ങളുടെ പ്രയോജനത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രയോജനത്തിനും കൂടി വേണ്ടിയാണ്. നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിന് സമ്മതമാണെങ്കിൽ മാത്രമേ ഞങ്ങൾ സഹായിക്കുന്നുള്ളൂ. ഒരു പക്ഷേ പ്രശ്ന മദ്യപാനം വളരെ പ്രത്യേകമായി വ്യക്തിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞത് ഒന്ന് ഞാനാണ്. ഈ കുടിയിലേക്ക് പോകാനുള്ള ഒരു പ്രധാന ഘടകം ഞാൻ, അതായത് അഹംഭാവം. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ള വിവരം. രണ്ടാമത്തെ ഒരു സ്വഭാവം, നേരെ ഓപ്പോസിറ്റുള്ള സ്വഭാവം കുടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപഹർഷതാബോധം. എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ളത്. എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്കൊന്നിനും പറ്റില്ല എന്നുള്ള ഒരു മനോഭാവം ഉള്ളവൻ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒപ്പമാണെന്നും എനിക്കും ചിലതൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുന്നത് അപഹർഷതാ ബോധമുള്ളവരാണ്. അതേപോലെ തന്നെ ഞാൻ എന്ന ബോധമുള്ളവരും എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്താൻ കഴിയും എന്നുള്ള ബോധമുള്ളവരും കുടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ട് ചിന്തയെ മാറ്റിവെച്ച്
ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മാറിയാലേ നമുക്ക് മദ്യപാനത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു അവസ്ഥയെ നമുക്ക് ആസ്വദിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ അവസ്ഥയാണ് റിയാലിറ്റി. റിയാലിറ്റിയെ അംഗീകരിക്കുക എന്നുള്ളതാണ്. എന്താണ് നമ്മളുടെ ഒരവസ്ഥ, ശാരീരികാവസ്ഥ, എൻ്റെ മാനസികാവസ്ഥ, തിരിച്ചറിഞ്ഞ് ഈ മാനസിക മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, എളുപ്പമല്ല ഈ സംഗതി. വർഷങ്ങളോളം നമ്മൾ രൂപപ്പെടുത്തിയെടുത്തൊരു മനസ്സാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഈ മാറ്റം സംഭവിക്കില്ല. ഈ മാറ്റം സംഭവിക്കണമെങ്കിൽ നിരന്തരമായ പ്രക്രിയയിലൂടെ മാത്രമേ നടക്കുള്ളൂ. മനസ്സിലെ ആ തരം നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മദ്യപിക്കാൻ തോന്നലുണ്ടാക്കുന്ന ചിന്തകളെ മൊത്തം അവിടെ നിന്ന് എടുത്തു മാറ്റി മദ്യപിക്കാതിരിക്കുന്ന ഈ മദ്യാസക്ത രോഗിയായ ഞാൻ ഈ ജീവിതത്തെ ആസ്വദിച്ചു കൊണ്ടുപോകണം. അതിന് ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വളരെ കുറഞ്ഞ ദിവസമേ ഇനി ബാക്കിയുള്ളൂ. അതില് ഈ ദിവസം കടന്നു പോകരുതേ എന്ന് ആഗ്രഹിക്കുക. കാരണം അത്രമാത്രം രസകരമാണ് ഇന്നത്തെ ദിവസം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പല സ്ഥലത്തും നമ്മൾ ഓരോ പണിയിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മളുടെ ഒരു ശരാശരി ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു 3 വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു 4 വർഷത്തേക്കോ ഒരു സ്ഥലത്ത് ചെല്ലുകയാണ്. ഞാൻ ഹെഡ്മാഷായിട്ട് ഒരു 6 വർഷം ഹെഡ്മാഷായിട്ട് ഞാൻ പ്രൊമോഷൻ കിട്ടി പോവുക. അപ്പോൾ അന്ന് മുതൽ നമ്മൾ അറിയാതെയാണെങ്കിൽ, ഓ ഇനി 5 കൊല്ലം, ഇനി 5 കൊല്ലം, ഇനി 4 കൊല്ലം കൂടി ഉണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു യാത്ര പോവുകയാണ്, ഒരാഴ്ചത്തെ പരിപാടിക്ക് പോവുകയാണെങ്കിൽ ഒരു 2 ദിവസം കഴിയുമ്പോൾ, ഓ ഇനി 5 ദിവസം കൂടി ഉണ്ട് എന്ന ഒരു ചിന്ത മനസ്സിൽ വരും. ആ, അതായത് അത് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുക എന്നുള്ളത്. ഇപ്പോഴതിന്റെ ആ ചിന്ത മാറിയിട്ട് കഴിഞ്ഞ് കിട്ടുകയല്ല, ഈ നിമിഷം, ഈ ഒരു സമയം ഇനി എൻ്റെ ജീവിതത്തിൽ വരില്ല. ഇന്നിപ്പോ 2026 മെയ് 25, ഈ 10:35 ഇനി എൻ്റെ ജീവിതത്തിൽ വരില്ല. അത് കടന്നു പോവാണ്. അപ്പൊ അതുകൊണ്ട് ഈ നിമിഷത്തെ ഏറ്റവും സുന്ദരമായി ഞാൻ ആസ്വദിക്കും. അതിനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് മാറി വരുമ്പോഴാണ് ഈ കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചിന്ത, അതായത് അത്തരത്തിലുള്ള ഒരു മാനസിക മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിലൂടെ പോയാൽ സാധിക്കും. ഏത് തരക്കാരായിരുന്നെങ്കിലും അങ്ങേയറ്റം സ്വാർത്ഥ താല്പര്യവും അവരവരുടെ വികാരങ്ങളെയും പ്രശ്നങ്ങളെയും മറ്റുള്ളവരുടെ ഞങ്ങളോടുള്ള പ്രതികരണങ്ങളെയും ഞങ്ങളുടെ മാത്രം ഭൂതകാവ്യ കാലങ്ങൾ എന്നിവയും പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മിക്കവാറും ആൾക്കാരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് മറ്റു വ്യക്തികളുമായി ആശയവിനിമയം നടത്താൻ ശ്രമിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുക എന്നത് നമുക്ക് സൗഖ്യത്തിലേക്കുള്ള ഒരു മാർഗമാണ്. ഇവിടെ അതിനൊരു മാർഗം കാണിച്ചു തരുന്നത് എൻ്റെ ഒരു ജീവിതം എങ്ങനെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായി കൊണ്ടുപോകാന്നുള്ളത്. മറ്റു മദ്യാസക്തർ കൂടി ഉപകാരപ്രദമായിട്ട് വരുമ്പോഴാണ് ഞാൻ മെല്ലെ സൗഖ്യത്തിലേക്ക് മെല്ലെ മെല്ലെ കയറുക. ആ പ്രവൃത്തി നമ്മളെ നമ്മളിൽ നിന്ന് മോചിപ്പിക്കാൻ സഹായിക്കുന്നു. എൻ്റെ ഒരു ജീവിതം കൊണ്ട് ആർക്കെങ്കിലും എവിടെയെങ്കിലും സഹായം കിട്ടുമ്പോൾ അത് സന്തോഷിക്കണം. അപ്പോൾ നമ്മൾ വേറെ ഒരു റേഞ്ചിലേക്ക് പോകും. അത് അത്ര ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ പോലും മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ സ്വയം സൗഖ്യപ്പെടാൻ ശ്രമിക്കുക എന്നത് ഫലപ്രദമാണ്. അവസരം കിട്ടുമ്പോൾ അത് പരീക്ഷിച്ചു നോക്കാനാണ് പറയുന്നത്. പരീക്ഷിച്ചു നോക്കുക, എന്നിട്ട് അത് നമുക്ക് ബോധ്യമാകും നമുക്ക് മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറാൻ കഴിയുന്നത്. ഏതായാലും പറയുന്നത് ഈ ഒരു അവസ്ഥ മീറ്റിങ്ങിൽ പങ്കുവെച്ചുകൊണ്ട് സ്വയം നമ്മളുടെ മാനസിക നിലവാരത്തെ മനസ്സിലാക്കി അതിനെ മദ്യപിക്കാത്ത, എന്നാൽ
രസകരമായി, സുന്ദരമായി, സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു രൂപരേഖ തയ്യാറാക്കി അതിലൂടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ തന്നിട്ടുണ്ട്, ലിറ്ററേച്ചറുകൾ ഒരുപാടുണ്ട്. അതിലെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ എന്താണെന്ന് മനസ്സിലാവും. അതായത് ഇതിന്റെ ഫൗണ്ടർമാർ എന്താണ് കണ്ടിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്, നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് പറയുന്നത്. ലാസ്റ്റ് പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങളുടേതായ വഴി കണ്ടെത്തുക. നമ്മുടേതായ ഒരു വഴി. ഈ ഇത്രയും കാര്യങ്ങൾ, ഈ 12 and 12 പഠിച്ചു, ആ ബിഗ് ബുക്ക് പഠിച്ചു, ആസ്പിൽ സിറ്റ് പഠിച്ചു, സുബോധ ജീവിതം പഠിച്ചു, ഇതെല്ലാം കുറെ അറിവുകളായിട്ടാണ് നിൽക്കുക. അറിവുകൾ കൊണ്ട് യാതൊരു കാര്യവുമില്ല. പല അറിവുള്ളവരാണ് പ്രശ്നക്കാരായിട്ട് വരുന്നത്. അറിവ് എനെ കുറിച്ചറിയാം, 12 പടിയെ കുറിച്ചറിയാം, ബിഗ് ബുക്കിനെ കുറിച്ചറിയാം, സുബോധ ജീവിതം എന്താന്നുള്ളത് അറിയാം. അറിവ് ഒരുപാടുണ്ട്, പക്ഷേ കഴിവും ഉണ്ടാവും. എല്ലാ ഏങ്ങൾക്കും പലതരത്തിലുള്ള കഴിവും ഉണ്ടാകാം. ഈ അറിവും കഴിവും ഉണ്ടായാലും ഒരാളുടെ ജീവിതം ഭംഗിയാവാൻ സാധ്യത ഉണ്ട്. പക്ഷെ അത് മാത്രം പോരാ. മെച്ചപ്പെടണമെന്നുള്ള തോന്നലും വേണം. നന്നായി ജീവിക്കണമെന്ന തോന്നലും വേണം. ഈ തോന്നലുണ്ടായിട്ടും കാര്യമില്ല. ആ അതായത് ഉദാഹരണത്തിന് എനിക്ക് പുസ്തകം വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, അതിനെക്കുറിച്ചുള്ള അറിവുണ്ട്, എനിക്ക് പുസ്തകം വായിക്കണം എന്നുള്ള തോന്നലും ഉണ്ട്. ഒരു കാര്യമില്ല. അങ്ങനെ വന്നാൽ പോലും അത് ചിലപ്പം നാളത്തേക്കാട്ടെ, നാളെ ആട്ടെ എന്ന് പറഞ്ഞത് മാറ്റി വെക്കാം. അറിവുണ്ട്, കഴിവുണ്ട്, തോന്നലുണ്ട്. ഈ തോന്നലിന് വേണ്ടത്ര ശക്തി ഇല്ലാതെ വരുമ്പോഴാണ് പ്രശ്നം. അതായത് നേരത്തെ പറഞ്ഞ ഇച്ഛാശക്തി എന്ന് പറഞ്ഞ സാധനം ഇവിടെയാണ് ഉള്ളത്. ഈ തോന്നലുകള് നിർബന്ധമായും, ഈ വന്ന തോന്നലുകളിനെ ഞാൻ നടപ്പിലാക്കിയിരിക്കും എന്ന് ഞാൻ ഉറപ്പിക്കുന്നിടത്താണ് എൻ്റെ ഉള്ളിൽ നിന്ന് മോട്ടിവേഷൻ ഉണ്ടാവുന്നത്. എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരു വലിയ ഒരു ഉൾപ്രേരണ, ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു സംഗതിയാണ്. അതായത് എനിക്ക് നന്നായി ജീവിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? അതിന് ഈ പുസ്തകത്തിലുള്ള കാര്യം ചെയ്യണോ? ഒരു നിർബന്ധവും പറയുന്നില്ല. പുസ്തകത്തിലുള്ള പോലെ വേണം. പക്ഷെ പുസ്തകത്തിൽ ഒരുപാട് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഏഹ്, എവിടെയൊക്കെയോ എനിക്ക് വേണ്ട കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനെ കൺസോളിഡേറ്റ് ചെയ്ത് ഞാൻ എൻ്റെതായ ഒരു വേർഷൻ തയ്യാറാക്കുക. സ്വന്തമായ ഒരു വേർഷൻ തയ്യാറാക്കി ആ വേർഷൻ അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുക. അവിടെയാണ് ഇത് ലാസ്റ്റ് പറയുന്നത്. ഈ അതല്ലാണ്ട് വേറെ ഒരു പുസ്തകത്തിലോ അല്ലെങ്കിൽ വേറെ ഒരാളോ പറയുന്നത് പോലെ ജീവിക്കുക എനിക്ക് സാധ്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നെ പോലെ ഈ ലോകത്ത് ജനിച്ച് ജീവിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ചുറ്റുപാടുകൾ എനിക്ക് മാത്രമേ ഉള്ളൂ. എൻ്റെ ഭാര്യയും മക്കളും എനിക്ക് മാത്രമല്ല, അവരുടെ പെരുമാറ്റം എനിക്ക് മാത്രമുള്ളതാണ്. എൻ്റെ സാഹചര്യമൊക്കെ എല്ലാം എനിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സിറ്റുവേഷനിൽ എങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്നുള്ളത് തീരുമാനമെടുക്കേണ്ടത് ഞാൻ തന്നെയാണ്. അതിന് ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ലിറ്ററേച്ചറുകളിൽ നിന്നും ഒരുപാട് ഷെയറിങ്ങുകളിൽ നിന്നും ഒക്കെ ഒരു മികച്ച വ്യക്തിത്വമുള്ള, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മളെ ആൾക്കാർ ഓർത്തിരിക്കാനിടയുള്ള ഒരു നല്ല ചിത്രം സമ്മാനിച്ചുകൊണ്ട് ഈ കടന്നു പോവാൻ ഞാൻ ഇപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്ന്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ തന്നെ ഒരു രൂപരേഖ തയ്യാറാക്കുക. അതായത് ശരിക്കും എസ്റ്റിമേറ്റ് പ്ലാൻ തയ്യാറാക്കുന്ന പോലെ ഒരു ലൈഫിന്റെ ഒരു പ്ലാൻ എങ്ങനെ ആയിരിക്കണം, എന്നിട്ട് അതുപോലെ മുന്നോട്ട് പോവുക. നേരത്തെ ഉള്ള ജീവിതം, മദ്യപിച്ചുകൊണ്ട് നടക്കുന്ന ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്ലാൻ നമുക്കുണ്ടായിരുന്നില്ല. പ്ലാൻ മീൻസ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ പ്ലാൻ അല്ല. അത് നമ്മൾ വിചാരിച്ച പോലെ ചിലപ്പോൾ നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും ചിലപ്പോൾ നടപ്പായിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ നടപ്പിലാവുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഒരു പ്ലാൻ ചെയ്യാതിരിക്കലല്ല, പക്ഷെ ഇത് പ്ലാൻ ചെയ്താൽ നടക്കും. എൻ്റെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കണം,
ഓരോ സന്ദർഭത്തിലും ഞാൻ എങ്ങനെ പെരുമാറണം, എന്തായിരിക്കണം, എൻ്റെ ചിന്ത എങ്ങനെ ആയിരിക്കണം, എൻ്റെ മനസ്സെങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് രൂപരേഖ തയ്യാറാക്കാൻ പറ്റും. ടോട്ടലി പൊതുവായി ഏത് സന്ദർഭത്തിലും സംയമനം വിടാതെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് ആത്മാർത്ഥമായി, ഈ അഹംഭാവം ഇല്ലാതെ, വിനയത്തോടുകൂടി, എളിമയോടുകൂടി, സത്യസന്ധമായി, ആത്മാർത്ഥമായി മുന്നോട്ട് പോകുന്ന ഒരു ക്യാരക്ടറിനെ ഞാൻ ഡിസൈൻ ചെയ്യുന്നു. ഏഹ് നമ്മളുടെ വർക്കുകളൊന്നും ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ പ്ലാൻ ചെയ്തു, അങ്ങനെ ഒരു സംഗതി ചെയ്യാമെന്ന്, ഒരു കച്ചവടം ചെയ്യാമെന്ന് തീരുമാനിച്ചു. ചിലപ്പോൾ ആ കച്ചവടം ചെയ്യൽ പരിപാടി നടന്നോളണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും നന്നായിട്ട് നടക്കും. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടികളെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, പക്ഷെ അത് അതേപടി നടന്നോളുന്നില്ല. പക്ഷെ ഈ കാര്യം പ്ലാൻ ചെയ്താൽ നടക്കും. അതായത് ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം ഓരോ സന്ദർഭത്തിലും. മദ്യപിക്കാനുള്ള ചാൻസ് വരുമ്പോൾ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ പെരുമാറുന്നു, മദ്യ മദ്യപരുടെ കൂടെ നടക്കുമെന്ന് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ സമചിത്തതയോടെ എങ്ങനെ നിൽക്കുന്നു, ഒറ്റയ്ക്കാവുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു. ആ, അങ്ങനെയുള്ള ഓരോ സന്ദർഭത്തിലും ഞാൻ എൻ്റെ ഒരു പേഴ്സണാലിറ്റി, എൻ്റെ പെരുമാറ്റ രീതി, എൻ്റെ ചിന്താരീതി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഞാൻ സ്വന്തമായ ഒരു വേർഷൻ ഉണ്ടാക്കിയെടുക്കും. ഒരു വ്യക്തിത്വം. ഞാൻ പറഞ്ഞില്ലേ, എന്നെ പോലെ ഞാനല്ലേ ഉള്ളൂ. അപ്പൊ എന്റെ മനസ്സുപോലെ ഞാനേ ഉള്ളൂ. അപ്പൊ മറ്റൊരാളുടെ മനസ്സുപോലെ എനിക്ക് ജീവിക്കാനും പറ്റില്ല. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ഒരു ഏകാരൻ, ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ സുഖത്തോടു കൂടി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ എന്നോട് ഇപ്പോൾ നല്ല ഇഷ്ടമായിരിക്കുന്നത് എന്ന് പറയാൻ പാകത്തിനുള്ള ഒരു ഞാൻ, എൻ്റെ പ്രവർത്തന പദ്ധതി ഞാൻ ഡിസൈൻ ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ അകത്ത് പറയുന്ന അവസാനം പറയുന്ന കാര്യം. അതുകൊണ്ട് നർമ്മബോധം ചിലപ്പോൾ വേണ്ടിവരും. അതായത് മദ്യാസക്ത രോഗത്തോടുള്ള ഇത്തരത്തിലുള്ള ഗൗരവമായ സമീപനം നിലനിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നർമ്മബോധം കൈവിടാതെയും നിസ്സംഗമായും ഞങ്ങളുടെ ഭൂതകാലത്തെപ്പറ്റിയും സൗഖ്യത്തെപ്പറ്റിയും മിക്കപ്പോഴും സംസാരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രമേ പഴയ കാലത്തെക്കുറിച്ച് ഓർത്ത് നമുക്ക് സങ്കടം വരാതിരിക്കൂ. ശരിക്കും ആ പഴയ ആ മദ്യപാന കാലഘട്ടമാണ് എന്നെ ഇപ്പോൾ ഇത്ര പവർഫുൾ ആക്കി മാറ്റിയത്. ദുരന്തങ്ങളിലൂടെ കടന്നു വന്ന്, പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന് ഒരു വെളിച്ചത്തിലെത്തിയ ആളാണ്. ദുർഘടമായ കാടുകളിലൂടെ കടന്ന് കയറി കയറി അവസാനം നല്ല വിശാലമായ ഒരു മൈതാനത്തെത്തിയ ഒരു പ്രതീതിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കടന്നു വന്ന വഴി വളരെയധികം ദുർഘടമായിരുന്നത് ആണ് എൻ്റെ കരുത്ത്. അപ്പൊ എന്നെ പുറകോട്ട് നോക്കുമ്പോൾ ആ ദുർഘടമായ പാത ഇല്ലായിരുന്നുവെങ്കിൽ എനിക്കിപ്പോൾ സുഖകരമായ ഒരവസ്ഥയിലേക്ക് എത്താൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞു പോയ കാലം ശരിക്കും എൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്. അതിനെ ഓർത്ത് സങ്കടപ്പെടുകയോ നിരാശപ്പെടുകയോ അല്ല വേണ്ടത്. അതാണ്, ആ അനുഭവമാണ് എൻ്റെ ശക്തി. ഇപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരെ കുറിച്ചും നമ്മൾ പറയുന്നത്, അവൻ തിരിച്ചറിവുണ്ടാവണമെങ്കിൽ അവൻ എവിടെയെങ്കിലും പെടണം എന്ന്, എന്തെങ്കിലും വലിയ ഷോക്ക് ഉണ്ടായാൽ മാത്രമേ അവൻ രക്ഷപ്പെടുള്ളൂ എന്ന് നമ്മൾ പല ആൾക്കാരും പറയാറുണ്ട്. ആ നമ്മളുടെ ജീവിതത്തിൽ അതുപോലെ ഉണ്ടായ ആ ഷോക്ക്, അല്ലെങ്കിൽ ആ ഒരു വലിയ പ്രതിസന്ധിയാണ് ഇന്ന് എന്നെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞു പോയ എല്ലാ നിമിഷങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉപകാരപ്രദമായിരുന്നു. അന്ന് അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങനെ ആവൂലായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞു പോയതിനെ ഓർത്ത് നിരാശപ്പെടുക എന്നുള്ള സാധനം ഏയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല. കാരണം ഈ ഇവിടെ എത്തിപ്പെടാൻ എന്നെ സഹായിച്ചത് ആ ദുരന്തപൂർണമായ ആ ഒരു നിമിഷങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതെന്റെ എന്തിലില്ല, എന്റെ ഭൂതകാലത്തെ ഭൂതകാലം എന്നെ നിരാശപ്പെടുത്തുന്നില്ല. അതുപോലെ ഇവിടെ ഇതിൻ്റെ അകത്ത് ആരോഗ്യപരമായ ഒരു സമീപനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.
ഇവിടെ രോഗമുക്തിക്കോ സുബോധത്തിൽ തുടരാനോ ഉള്ള ഞങ്ങളുടെ നിശ്ചയദാർഢ്യത്തെ തീർച്ചയായും അത് ദുർബലപ്പെടുത്തുന്നില്ല. ഏതിലെ ഒരു പരിപാടിയും ആ, സ്വതന്ത്രമായ തീരുമാനം എടുക്കുന്നതിൽ ദുർബലപ്പെടുത്തുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതിലുള്ള ആൾക്കാര് ആ, മരണത്തെ മുഖാമുഖം കണ്ടവരാണ്. അസ്ഥികളെ ഉരുക്കാൻ ശക്തമായ ദുരന്തങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ അതേസമയം ഹൃദയത്തിൽ സംഗീതം പൊഴിക്കുന്ന പ്രതീക്ഷയുടെ തരംഗങ്ങളും ഞങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. ഈ ചെറുഗ്രന്ഥം നിങ്ങളിൽ വേദനയേക്കാൾ അധികമായി പ്രോത്സാഹനമാണ് ജനിപ്പിച്ചത് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള ആ സുന്ദരമായ ജീവിതത്തിന്റെ അതേറ്റവും ഭംഗിയാക്കാനുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. അതിനുള്ള കരുത്ത് ഞാൻ നേടിയിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രശ്ന മദ്യപാനിയാണെങ്കിൽ വേദനയെക്കുറിച്ചും ഏകാന്തതയെക്കുറിച്ചും നിങ്ങൾക്ക് ആവശ്യത്തിലധികം അറിവുണ്ട്. ഈ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ അവരോഹണ തെളിമയോടെയുള്ള തലച്ചോറും സ്ഥിരതയുള്ള ഹൃദയവും ഉപയോഗിച്ച് ഞങ്ങൾ കണ്ടെത്തി. ആ സമാധാനവും സന്തോഷവും കുറച്ചെങ്കിലും നിങ്ങളും കണ്ടെത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ പുസ്തകം നമ്മളോട് പറയുകയാണ്, ഇതിലുള്ള കുറേ ആൾക്കാർ എഴുതി വെച്ചതാണ്. ആ ഒരു തെളിമ അവര് കണ്ടെത്തി. അതേപോലെ നമ്മളോടും കണ്ടെത്താൻ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ഞങ്ങൾ ഇത് കണ്ടെത്തി, നിങ്ങളും കണ്ടെത്തൂ. അങ്ങനെ പറയണമെങ്കിൽ ഈ ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഈ തെളിച്ചത്തിലേക്കുള്ള പാതയിൽ നമ്മൾ ഒരുപാട് മുന്നേറിക്കൊണ്ടേയിരിക്കണം. ഇനി ഇവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇടയില്ലാത്ത വിധം എടുത്ത തീരുമാനത്തെ ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കാൻ വേണ്ടി കൂടുതൽ കൂടുതൽ കരുത്തോടുകൂടി മുന്നേറാനുള്ള പ്രവർത്തന പദ്ധതികൾ ഉണ്ടാവണം. സുബോധത്തോടെയുള്ള ജീവിതത്തിന്റെ വെറും തുടക്കത്തിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് സംശയമില്ല. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ആരംഭിച്ചിട്ടേ ഉള്ളൂ. വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ എന്തോ ആയി എന്ന് വിചാരിക്കേണ്ടതില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പുതിയ ജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളുടെ രണ്ട് ജന്മമാണ്. അതില് എനിക്ക് തോന്നുന്നില്ല, ഞാനൊക്കെ ഈ എൻ്റെ ആദ്യത്തെ ജന്മത്തിന്റെ ജന്മദിനം ആഘോഷിക്കാറില്ല, വളരെ കുറവാണ്. പക്ഷെ രണ്ടാമത്തെ ജന്മത്തിന്റെ ജന്മദിനം കൃത്യമായി ആഘോഷിക്കാറുണ്ട്. ആദ്യത്തെ ജന്മം അത് നാളുകളാണ് ഞങ്ങളൊക്കെ ആഘോഷിക്കുന്നത്, അത് ശ്രദ്ധിക്കാറ് പോലില്ല. പക്ഷെ രണ്ടാമത്തെ ജന്മം ജൂലൈ 9 2004, അതിന്റെ ജന്മദിനം കൃത്യമായി ആഘോഷിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പുതിയ ജീവിതം അതിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി അപ്പൊ നിരന്തരമായി പുതിയ ആശയങ്ങൾ, അത് രണ്ടാമത്തെ കാര്യം. ഈ ഒരിക്കൽ ചില ആശയങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ആശയങ്ങൾ മതി, അത് വെച്ച് ജീവിച്ചു പോവാനാണ് പലപ്പോഴും ശ്രമിക്കുക. അതല്ല വേണ്ടത്. ഓരോ പ്രതിസന്ധികളെയും ഓരോ ഘട്ടങ്ങളെയും പുതിയതായി വരുന്നതിനെ മറികടക്കാൻ വേണ്ടി പുതിയ പുതിയ ആശയങ്ങൾ നിരന്തരം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കണം. എങ്കിലേ വളർച്ച ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ എയിൽ വന്ന ആദ്യത്തെ ഒരു കൊല്ലത്തെ ആളെ ആവരുത് രണ്ടാമത്തെ കൊല്ലം, അതാവരുത് മൂന്നാമത്തെ കൊല്ലം. ഓരോ വർഷവും എയിലൂടെ നടക്കുമ്പോൾ അവിടെ മാനസികമായി വളർന്നുകൊണ്ടേയിരിക്കണം. ഒരു വളർച്ച, അത് ശരിക്കും വളർച്ച ശരീരത്തിന് മാത്രമല്ല മാനസിക വളർച്ച ഉണ്ടാവും. ശരിക്കും നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെ വളർച്ചയുള്ള ആളാണ് മികച്ച ആള്, എക്സ്പീരിയൻസ്ഡ് ആളെന്ന് വേണേൽ പറയും. വളർച്ചയില്ലാതെ കുറെ കാലം കഴിഞ്ഞ ആൾക്കാരും ഉണ്ടാവും. ഓരോ കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ ഇപ്പൊ ഒരു ഡോക്ടറെ അടുത്താണ് നമ്മൾ പോകണമെങ്കിൽ ആ ഡോക്ടർ എക്സ്പീരിയൻസ്ഡ് ഡോക്ടർ, മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത ഡോക്ടറെ അടുത്തൊക്കെയാണ് ധൈര്യമായിട്ട് പോകും. കാരണം അയാൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആണ്. അതായത് അത്രയും എക്സ്പീരിയൻസ് കാരണം അയാൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇതേപോലെ എക്സ്പീരിയൻസ് നമ്മളുടെ ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള കഴിവുമായിട്ട് നേടിയ ആൾക്കാരാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് വളർച്ച നിർബന്ധമാണ്. അതുകൊണ്ട് ആണ് നമ്മൾ നിരന്തരമായി മീറ്റിങ്ങിൽ പോകണമെന്ന് പറയുന്നത്. മീറ്റിങ്ങിലൊന്നും പോയില്ലെങ്കിൽ
കുടി നിർത്തിയ കാലത്തുണ്ടായ ആ മാനസിക മാറ്റം അങ്ങനെ തന്നെ നിന്നുകൊണ്ടാണ് നമ്മൾ പിന്നീട് ജീവിച്ചു പോവുക. പക്ഷെ എയിലൂടെ സഞ്ചരിക്കുന്ന ഒരാള് നിരന്തരമായി ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നു. ഇപ്പൊ ഞാൻ 22ാമത്തെ വർഷം പൂർത്തിയാക്കാൻ പോകുന്ന സമയത്ത് പോലും ഇത് ഞാൻ ഇങ്ങനെ വായിച്ച് ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഇനി എവിടെയൊക്കെയാണ് ഇനി ഈ മാറ്റം വരുത്തേണ്ടതെന്നാണ്. വളരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് പറയുന്ന ഇതാണ്: നിങ്ങൾ സുബോധവാനായി തുടരുമ്പോൾ ഇവിടെ രേഖപ്പെടുത്താത്ത നവീന ആശയങ്ങൾ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്വന്തമായി നമുക്ക് ചില രൂപരേഖകൾ ഉണ്ടാക്കാം. കൂടാതെ അത്തരത്തിലുള്ള പുതിയ ആശയങ്ങളിൽ നിങ്ങളിൽ രൂപമെടുക്കുമ്പോൾ അവ മറ്റുള്ളവരിലേക്ക് പകരുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും അവയും പങ്കുവെക്കണം. അപ്രകാരമുള്ള പങ്കിടൽ നിങ്ങൾക്കു തന്നെ പ്രയോജനപ്രദമാണ് എന്ന് നിങ്ങൾ ഓർക്കുക. ഞാൻ ഒരു കാര്യം നടപ്പിലാക്കാത്ത ഒരു കാര്യം ഞാൻ പറയുന്നു എന്ന് കരുതുക. അത് മറ്റുള്ളവരത് പറയാണ്, കണ്ടുപിടിക്കുകയാണ്, അയാൾ അത് ചെയ്യുന്നില്ലല്ലോ, പിന്നെ അയാൾ ഈ മറ്റേ ആൾക്കാരെ ഉപദേശിക്കാൻ എന്താണ് അർഹത എന്ന്. ഇവിടെ ഏയില് ഒരു ഷെയറിംഗ് എന്ന് പറയുന്നത് ആരെയും ഉപദേശിക്കലല്ലല്ലോ, അവനവന്റെ കാര്യമാണ് പങ്കുവെക്കുന്നത്. ഒരു പക്ഷെ അയാളത് ചെയ്യാത്ത കാര്യമായിരിക്കും അയാൾ പങ്കുവെക്കുന്നത്. അങ്ങനെ പങ്കുവെച്ചാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാര്യം ഉറക്കെ പറയുമ്പോൾ അത് നമ്മളുടെ മനസ്സിനോടും കൂടി പറയുന്നുണ്ട്, ഉള്ളിലേക്കും കൂടി പറയുന്നുണ്ട്. അപ്പൊ നമ്മളുടെ മനസ്സിന് ഇതൊരു ബാധ്യതയായി വരും. ഞാൻ കളവ് പറയുന്ന ഒരാളാണ് എന്ന് കരുതുക. കളവ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഞാൻ ഒരു മീറ്റിങ്ങിൽ പോയിട്ട് ഇങ്ങനെ പറയുകയാണ്: ഞാൻ ഇപ്പോൾ കളവ് പറയാറില്ല എന്ന് അയാൾ കളവായിട്ട് തന്നെ പറയും. ഞാൻ നേരത്തെ കളവ് പറയുന്ന ആളായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ കളവ് പറയാറില്ല എന്ന് ഇയാള് തുറന്നു പറയുന്നു. ആ, പക്ഷെ അയാള് കഴിഞ്ഞ ദിവസവും വരെ കളവ് പറഞ്ഞിട്ടുള്ള ആളാണ്. ഇങ്ങനെ ഒരാള് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ അയാൾ പറയാൻ അയാൾക്ക് തോന്നിയിട്ടുണ്ട് എങ്കിൽ അത് പിറ്റേ ദിവസം മുതൽ അയാളുടെ മനസ്സിൽ വലിയ സംഘർഷം ഉണ്ടാക്കും. അതായത് കളവ് പറയുകയും ഞാൻ പറയാറില്ല എന്ന് ഷെയർ ചെയ്യുകയും ചെയ്ത കാര്യം ക്രമേണ 2 3 ആഴ്ച കൊണ്ട് അയാൾ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് അയാൾക്ക് വിമോചിതനാവാൻ കഴിയും. അത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഉറക്കെ പറയാന്നുള്ളത്. അങ്ങനെ 2 3 4 തവണ ഇയാൾ ഉറക്കെ പറയുകയാണെങ്കിലാണ് അയാൾക്ക് അയാളുടെ മനസ്സിനെ മാറ്റാൻ കഴിയുക. കാരണം ഈ മനസ്സിനെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതി. അതിന് ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ് ഉറക്കെ പറയുക എന്നുള്ളത്. എങ്ങനെയാണോ മാറേണ്ടത് ആ മാറേണ്ട കാര്യം ഉറക്കെ പറയുക. ഓക്കെ. അപ്പൊ അങ്ങനെ പങ്കുവെക്കുക. അങ്ങനെ പങ്കുവെക്കുമ്പോൾ അത് എനിക്കും ഗുണകരമാണ്, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഗുണകരമാണ്. എത്രയും കൂടുതൽ അനുഭവങ്ങൾ നമ്മൾ സമാഹരിച്ചാൽ അത്രയും കൂടുതൽ മദ്യാസക്ത രോഗികളെയും നമുക്ക് സഹായിക്കാനാവും. നമ്മൾ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ എങ്ങനെ പരിഹരിച്ചു എന്ന് പറയുന്നത് മറ്റുള്ളവർക്കും കൂടെ സഹായകരമായിരിക്കും. സുബോധത്തിൽ പൂർണ്ണമായും കാലുറപ്പിക്കും മുമ്പേ നമ്മളിൽ പലരും ചിലപ്പോൾ മദ്യപാനത്തിലേക്ക് മടങ്ങിപ്പോയെന്നും വരും. അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുന്നെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഞങ്ങൾ നിരവധി ആളുകൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. ഒടുവിൽ അവർ വിജയകരമായി സുബോധം പ്രാപിച്ചിട്ടുണ്ട്. അതായത് അതിശക്തമായ ഒരു ആഗ്രഹമാണല്ലോ മദ്യപാനം നിർത്തണം എന്നുണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ ആഗ്രഹം അതിശക്തമല്ലെങ്കിൽ അതിശക്തമാവാനുള്ള ഒരു അവസരത്തിന് വേണ്ടി ചിലപ്പോൾ അയാൾ ഒന്നുകൊണ്ട് കുടിക്കാൻ പോയിട്ടുണ്ടാവാം. അതൊരു വിഷയമാക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. മദ്യാസക്ത രോഗം അതീവ ഗുരുതരമായ ഒരു മാനുഷിക അവസ്ഥയാണെന്ന് ഓർക്കാൻ ശ്രമിക്കുക. ഒരു എന്താ പറയാ, ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ 4 മേഖലയെയും ബാധിക്കുന്ന വേറെ ഒരു രോഗം ഇല്ല എന്നാണ്. ശരീരത്തിന്റെ ഏകദേശം എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുന്നു. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കരളിനെയാണ്. ഹൃദയം മുതൽ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ശാരീരികമായ രോഗങ്ങൾക്ക് കാരണക്കാരനായ രോഗമാണ്. അതുപോലെ തന്നെ മനസ്സ് എന്ന് പറയുന്നത് ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കാനുള്ള എഞ്ചിനാണ്. അതും തകരാറിലാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ശരി തെറ്റുകളെ കുറിച്ചുള്ള
ഒരു ചിന്തയുണ്ടാവില്ല. ശരി എന്താണ് തെറ്റെന്താണ് എന്നുള്ളത് എൻ്റെ ശരിയും എൻ്റെ തെറ്റുമായിട്ട് ചുരുക്കുകയാണ്. ഒരു സാമൂഹ്യ ശരിയും സാമൂഹ്യ തെറ്റുമുണ്ട്. അതിനെക്കുറിച്ച് ഓർക്കാതെ എൻ്റെ ശരിയും എൻ്റെ തെറ്റിലേക്കും മാത്രമാണ് ഞാൻ ചുരുങ്ങിപ്പോകുന്നു. അതേപോലെ ഈ ഏഹ്, നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരങ്ങൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഇമോഷൻസ്. എല്ലാ ഇമോഷൻസും നമുക്ക് ആവശ്യമുള്ള, സങ്കടം ആവശ്യമുണ്ട്, ദേഷ്യം ആവശ്യമുണ്ട്, ഭയം ആവശ്യമുണ്ട്, സന്തോഷം ആവശ്യമുണ്ട്, വെറുപ്പും വിദ്വേഷവും എല്ലാ സാധനവും ആവശ്യമുള്ള സാധനങ്ങളാണ്. പക്ഷേ അതെല്ലാം ഒരു പ്രകടിപ്പിക്കേണ്ടടുത്ത് പ്രകടിപ്പിക്കേണ്ടതുപോലെ പ്രകടിപ്പിക്കാനുള്ളതാണ്. പക്ഷെ അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്ന ഒരു രോഗമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും മേഖലയെ ബാധിക്കുന്ന മറ്റൊരു രോഗമില്ല എന്ന് തന്നെ വേണം പറയാം. അതുകൊണ്ട് ഈ മാരകമായ രോഗത്തിൽ നിന്ന് ആഹ്, ആഹ്, രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് വഴുതി പോകാനുള്ള സാധ്യതയുമുണ്ട്. ആഹ്, അത് ഒരു അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ് ഈ മദ്യാസക്തൻ്റെത് എന്ന് ഓർക്കുക. ഏതായാലും ആൽക്കഹോളിക് അനോണിമസിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മളുടെ പരിപൂർണമായ ഒരു മാനസിക മാറ്റം സംഭവിക്കണമെന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് തന്നെയാണ് ഉണ്ടാവേണ്ടത്. പുഴുവായിരുന്ന ബട്ടർഫ്ലൈന്റെ കുഞ്ഞ് ഒരു പ്യൂപ്പ സ്റ്റേജിൽ പോയി 10-28 ദിവസം ഇരുന്ന് അത് പൊട്ടി വിരിഞ്ഞ് ഒരു പൂമ്പാറ്റയായിട്ട് മാറുക ചെയ്യും. പുഴുവിന്റെ ഒരു സ്വഭാവവും പൂമ്പാറ്റയ്ക്കില്ല. അത് മറ്റൊരു തരത്തിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടന്നതുപോലെ മദ്യാസക്തനും അയാളുടെ സ്വഭാവവും എല്ലാം അതവിടെ ഒരു പ്യൂപ്പ സ്റ്റേജിലേക്ക്, അതായത് ആൽക്കഹോളിക് അനോണിമസിലേക്ക് വന്നപ്പോൾ അത് ഒരു പൂമ്പാറ്റയുടെ സ്വഭാവം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു സ്വഭാവം, ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് മാനസിക മാറ്റം. അതിന് ഏറ്റവും നല്ല ഒരു മാർഗവുമാണ് പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് തിരിച്ചറിയുക. മറ്റൊരു മാർഗവുമില്ല. ഇതൊരു ആഹ്, എന്താ പറയാ, പല ആൽക്കഹോളിക്കിന് തന്നെ പല ടൈപ്പ് ആൽക്കഹോളിക് ഉണ്ട്. മിക്കവാറും ഉള്ള ചില ആൽക്കഹോളിക്കിന് വേറെ ഒരു മാർഗത്തിലൂടെ പോയിട്ടും കാര്യം രക്ഷപ്പെടാറില്ല. പക്ഷെ അത്തരമുള്ള ആൾക്കാർ പോലും ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ വന്നിട്ട് ഈ പറഞ്ഞ ഈ ലഭിച്ച വരദാനമായി ലഭിച്ച ഈ ജീവിതത്തെ എനിക്കും മറ്റുള്ളവർക്കും വേണ്ടി ഉപകാരപ്രദമായി ജീവിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പരാജയങ്ങൾക്ക് ശേഷവും സുഖപ്പെടൽ നിങ്ങൾക്ക് തുടർന്നും ആഗ്രഹിക്കുന്നെങ്കിൽ, പുതിയ സമീപനങ്ങൾ പരീക്ഷിച്ചു നോക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ലക്ഷക്കണക്കിന് കൂട്ടുകാരുമൊത്ത് സന്തുഷ്ടവും ആരോഗ്യപൂർണമായ ഒരു അന്തിമ ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ സഞ്ചാരം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ഞങ്ങളുടെ അനുഭവം ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിങ്ങളെ വ്യക്തിപരമായി കാണാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏതായാലും ഒന്നുകിൽ ഞങ്ങളോടൊപ്പമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലോ ഏത് വഴിത്താരയിൽ നിങ്ങൾ സഞ്ചരിച്ചാലോ ഞങ്ങളുടെ ആത്മാർത്ഥമായ ശുഭാശംസകളാണ് പറയുന്നത്. സ്വന്തമായ ഒരു റൂട്ട് മറ്റൊരാൾ പറയുന്നത് കേട്ട് അതേപടി പോകുന്നതിനപ്പുറത്ത് ഈ പറഞ്ഞ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇതിൻ്റെ അതിൻ്റെ ഫിലോസഫിയൊക്കെ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെതായ ഒരു വേർഷനിലേക്ക് മാറി, അതേ എനിക്ക് യോജിക്കുള്ളൂ. ഇപ്പൊ ഞാൻ പലപ്പോഴും ഷെയർ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെതായ ഒരു വേർഷനാണ് പലപ്പോഴും പറയാം. ഒരു പക്ഷേ പുസ്തകം വായിച്ച് വിശകലനം ചെയ്യുമ്പോൾ പൊതുവായ വേർഷനും പറയും. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു എന്നും പറയും. ഇതേപോലെ പല ആൾക്കാരും ഷെയർ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്തു എന്ന് പറയും. അങ്ങനെ വ്യത്യസ്തമായ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ വേർഷനെ ഒന്ന് പരിഷ്കരിക്കാൻ കഴിയും. ഓരോ ദിവസവും പരിഷ്കരിച്ച് പരിഷ്കരിച്ച് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സുബോധ ജീവിത പുസ്തകം വിശകലനം ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിരുന്നു ഷിബു ആണ് എന്നെ ഏൽപ്പിച്ചത്. അത് ഈ 87 പേജ് കഴിഞ്ഞ കുറേ കാലങ്ങൾ കൊണ്ടാണ് ഇത് തീർക്കാൻ കഴിഞ്ഞത്. ഏതായാലും കുറേ ആൾക്കാർ ഇത് കേൾക്കാനുണ്ടായിരുന്നു കൊണ്ട് കേട്ടോ ഞാൻ ഇതിനകത്ത് ഉണ്ടായിരുന്നത്. എത്രമാത്രം ഇത് ഉൾക്കൊണ്ടു എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് എത്രമാത്രം ശരിയായെന്ന് അറിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് എനിക്ക് ഒരുപാട് പ്രയോജനം ലഭിച്ചിട്ടുണ്ട്.
ഈ സുബോധ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പ്രതിസന്ധികൾ ഉണ്ടാകുന്നു, ടെൻഷൻ ഉണ്ടാകുന്നു, ദേഷ്യമുണ്ടാകുന്നു, എല്ലാ സംഗതികളും എനിക്കും വരാറുണ്ട്. അത് വരാറില്ല എന്ന് പറയുന്നത് ഈ ഏറ്റവും വലിയ മണ്ടന്മാരായിരിക്കും. കാരണം ഒരു മാനുഷികമായ എല്ലാ വികാരങ്ങളും എല്ലാവർക്കും വരും. ഇതെല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ അത് തോന്നിയതുപോലെ പ്രകടിപ്പിക്കുക എന്നുള്ളത് മണ്ടത്തരമാണ്. ഏത് എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന്, അവിടെ എന്ത് പരിഹാരം കാണണം എന്നുള്ളത് ഈ ആ സമയത്ത് തന്നെ എനിക്ക് ബോധ്യം വരണമെങ്കിൽ ഞാനത് പ്രാക്ടീസ് ചെയ്യണം. ഇല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാവുക. അപ്പം നിരന്തരമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്ന സന്ദർഭങ്ങളെ ഫലപ്രദമായി നേരിടാനും ആ പ്രശ്നങ്ങൾ ഒരു കുടിയിലേക്ക് നയിക്കാതെ പോകാനുമൊക്കെ സഹായിക്കുന്നു. അതിന് ഈ സുബോധ ജീവിത പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റുകളും 31 പോയിന്റ് ഉണ്ട്. എല്ലാം ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നുപോയ സന്ദർഭങ്ങളാണ്. ഇതേപോലെ ഈ പറഞ്ഞ ഈ 31 സന്ദർഭങ്ങളല്ലാതെ നൂറുകണക്കിന് സന്ദർഭങ്ങൾ നമ്മളുടെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവിടെയെല്ലാം അതിൽ നിന്ന് കരകയറാൻ വേണ്ടി ഞാൻ എടുത്ത തീരുമാനങ്ങൾ, ഞാൻ നടപ്പിലാക്കിയ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ അതെല്ലാം എഴുതി വെക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു പുസ്തക രൂപത്തിൽ നമുക്ക് കാണുന്നത് ആദ്യകാലത്തുണ്ടായ ഒരുപാട് അംഗങ്ങളുടെ അനുഭവത്തിൽ നിന്നും അവർ സ്വരുക്കൂട്ടിയെടുത്ത ആശയങ്ങളാണ് പുസ്തക രൂപത്തിൽ വന്നത്. അതിനുശേഷം എന്താ പറയുക, ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഒരു ഇതിലൂടെ കടന്നു പോയപ്പോൾ അവർക്ക് ഇതിനേക്കാൾ കൂടുതലായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ജീവിത സന്ദർഭം പറഞ്ഞാൽ നമുക്ക് നിർവചിക്കാനാവാത്ത വിധത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം, ആ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം എന്നൊന്നും എല്ലാ ജീവിത സന്ദർഭമൊന്നും പുസ്തകത്തിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ വേർഷനിൽ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാം. എന്നിട്ട് അത് മനോഹരമാക്കി മാറ്റാൻ എല്ലാവർക്കും സാധിക്കട്ടെ. എനിക്ക് ഈ ഒരു അവസരം തന്ന, എനിക്ക് വളരാൻ ഇങ്ങനെ ഒരു അവസരം തന്ന ഈ മെറ്റ്നിൽ സാറിന് എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ പങ്കുവയ്ക്കാനുള്ള നിങ്ങളുടെ അവസരമാണ് 11:05 ഇനി 10-25 മിനിറ്റ് ഉണ്ട്. നല്ല നല്ല പങ്കുവയ്ക്കൽ. സുബോധ ജീവിത പുസ്തക വിശകലനം എന്നെ എങ്ങനെ സ്വാധീനിച്ചു, എനിക്ക് വളരാൻ ഈ പുസ്തകം എങ്ങനെ സഹായിച്ചു, ഈ ലിറ്ററേച്ചർ ഇതിലൂടെ എന്ത് വളർച്ചയാണ് എനിക്ക് ഉണ്ടായത് എന്നുള്ള രീതിയിലൊരു ഷെയറിംഗ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു തോന്നുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാഷേ, താങ്ക് യു. വളരെയധികം ദിവസം ഞങ്ങൾക്ക് വേണ്ടി